ഡിവൈൻ മിനിസ്ട്രിയുടെ അംഗങ്ങൾ, നാഷണൽ പ്രയർ ബോർഡിന്റെ അംഗങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ജോഷുവ ജോൺ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ചർച്ചിൽ വർക്ക് കിടക്കുന്നുണ്ടെന്ന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും മീറ്റിംഗ് ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. കർത്തദാസനെ ആയിരിക്കും സ്ഥലത്ത് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോം ജോർജ് അവരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അധ്യക്ഷ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ കർത്താക്രമോന്നല്ലോ. ഇവാഞ്ചലിസ്റ്റ് റൺസിംഗ് രാജിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവന്ന് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കി. എല്ലാറ്റിനായി കർത്താവ് ശ്രദ്ധിക്കുന്നു, സഹകരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. മീറ്റിംഗ് അവസാനം പാസ്റ്റർ ലീഡ് ചെയ്ത് അവസാനിപ്പിക്കുമല്ലോ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിൽ നൽകുന്ന നമ്മുടെ ഗ്രൂപ്പംഗമായ അനുഗ്രഹിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ മോനിഷ് സ്റ്റീവൻ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ സൂമിൽ പരിചയപ്പെടുന്നത് ആവശ്യമില്ല. അനേക പ്രാവശ്യം നമ്മുടെ സൂമിൽ ദൈവത്തിനെ നമ്മളിൽ ഒരാളാണ്. ഈ തലമുറയോട് ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവ് പാസ്റ്റർ മോനിഷ് സ്റ്റീവൻ അവരുടെ തുടർ ശുശ്രൂഷയ്ക്കായി കർത്താവിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ചും മീറ്റിംഗിൽ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ വർഗീസ് ബേബി അവർകൾ, അതിന്റെ അകത്ത് ഒരുപാട് ദൈവത്തിന്റെ ശ്രേഷ്ഠ അഭിഷിക്ത ദാസന്മാരുണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഇന്ന് വൻ കാര്യങ്ങളെ ചെയ്യും. ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങൾ. 13, 14, 15 വാക്യങ്ങൾ. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും. ആകയാൽ പ്രതിപാദിപ്പാൻ മുമ്പ് കൂട്ടി ഇരിക്കേണ്ടതിൽ മനസ്സിൽ ഉറച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. എന്നാൽ അമ്മയപ്പന്മാരും മതി. ഹല്ലേലൂയ. നാം കേട്ട ദൈവവചനത്തിന് മുമ്പാകെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് അന്ത്യനാളുകളെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവായ യേശു പറഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് യേശു കർത്താവ് പറയുക, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ജാതികളോട് മത്സരമുണ്ടാക്കും. പകർച്ചവ്യാധികളും പുകയും ആകാശത്ത് വലിയ അടയാളങ്ങളും വലിയ സൈന്യങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ അതൊന്നും അവസാനമല്ല. ഹല്ലേലൂയ. എന്റെ നാമം പറയുന്നത് മുഖാന്തരം നിങ്ങളെ പിടിച്ചു കെട്ടും. ഹല്ലേലൂയ. നിങ്ങളെ അധികാരികളുടെയും ന്യായാധിപന്മാരുടെ മുൻപാകെ നിർത്തും. ഭയക്കരുത്. അതൊക്കെയും എന്റെ സാക്ഷ്യം പറയുവാൻ മുഖാന്തരമായി തീരും. ആമേൻ. ഹല്ലേലൂയ. അതൊക്കെയും നമുക്ക് യേശുവിന്റെ സാക്ഷ്യം പറയുവാനുള്ള മുഖാന്തരമായി തീരും. സമയത്ത് ഒരുപാട് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും ക്ഷാമങ്ങളെയും മഹാവ്യാധികളെയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഉറച്ചു കൊള്ളണം, മുൻകൂട്ടി ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഉറച്ചു കൊള്ളണം. ആമേൻ. ഹല്ലേലൂയ. കാരണം സമയത്ത് പറയേണ്ടതിനെ ഞാൻ നിങ്ങളുടെ നാവിൽ തരും. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ലഭിച്ചാൽ അതിന്റെ പ്രത്യേകത, നിങ്ങളെ എതിർക്കുന്നവർക്ക് ആർക്കും തിരിച്ച് ഒന്നും പറയാൻ പറ്റാത്ത വാക്കും സാമർത്ഥ്യവും അതിൻ്റെ അകത്തുണ്ടാകും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, ശത്രു എത്ര വലുതെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നമുക്കെതിരെ നിൽക്കുന്നവർ എത്ര വലുതെന്ന് പറഞ്ഞാലും, യേശു ക്രിസ്തു എന്റെ സാക്ഷ്യം പറയാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ മുൻകൂട്ടി ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആർക്കും ചെറുക്കാനോ എതിർ പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ആമേൻ. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമുക്ക് ആത്മീയർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ, ശത്രുവിന്റെ മുമ്പിൽ ചിതറിപ്പോകാതെ, ശത്രുവിനെ എതിർക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരണം.
ആമേൻ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10:20 വരുമ്പോ 21, 22, 23 വരുമ്പോ കർത്താവായ യേശു ഇത് ഒന്നും കൂടെ അവിടെയും പറഞ്ഞായിരുന്നു. ഈ അന്ത്യനാളുകളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ മുൻകൂട്ടി ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, ഞാൻ നിങ്ങളുടെ നാവിൽ തരും. പറയുന്നത് നിങ്ങളല്ല, എന്റെ പിതാവിന്റെ, എന്റെ ദൈവത്തിന്റെ ആത്മാവ് അത്രയും നിങ്ങളുടെ നാവിൽ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ദൈവാത്മാവിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം പറയാൻ, യേശുവിന്റെ സാക്ഷ്യം പറയാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ലോകത്തിൽ ഒരു രാജാവിനോ ഒരു അധികാരികൾക്കോ എതിർപ്പാനോ ചെറുത്തു നിർത്താനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ദൈവാത്മാവും നമ്മൾ തരും. ഹല്ലേലൂയ. അന്ത്യനാളുകളുടെ സകല അടയാളങ്ങൾ വെളിപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുന്ന കാര്യം, ആർക്കും എതിർക്കാൻ കഴിയാത്തതായ ജ്ഞാനവും വാക്കുകളും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉത്തരങ്ങളെ തന്ന് നമ്മളെ നിറയ്ക്കാനുള്ള സമയമാണെന്ന്. ആമേൻ, ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ സാക്ഷ്യം പറയുമ്പോൾ പ്രവചനമായി തീരും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ 3.5 വർഷം എന്റെ പിന്നാലെ നടന്നു, പക്ഷെ ആ 3.5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എന്റെ സാക്ഷികളാകാൻ ഒക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, ശമരിയയിൽ, ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചതോ പ്രാപിച്ചതോ അല്ല ഞാൻ പറയുന്ന എന്റെ പ്രസംഗം, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച എന്റെ വെളിപ്പാടുകൾ അത്രയേ. ഹല്ലേലൂയ. അത് ആർക്കും എതിർക്കാൻ കഴിയത്തില്ല, അതിനോട് ആർക്കും ചെറുത്ത് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ അത് വലിയ പ്രവചന ശബ്ദമായി തീരും. ആമേൻ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള പ്രവചനത്തിന്റെ മേഖലയാണ്. ആമേൻ. ഏറ്റവും കൂടുതൽ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുന്ന കാലത്ത് ഹല്ലേലൂയ, ദൈവാത്മാവിൽ പ്രവചിക്കാൻ ദൈവത്തിന് ഒരു കൂട്ടത്തെ ആവശ്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. സാഹചര്യങ്ങളെ പ്രവചിച്ചു മാറ്റുന്ന പ്രവചനത്തിന്റെ ആത്മാവ് ഈ അന്ത്യനാളുകളിൽ നമ്മുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഇതേ ദൈവാത്മാവിൽ ഹല്ലേലൂയ, തിരുവചനത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ച സാഹചര്യങ്ങളെ മാറ്റി. എസെക്കിയേലിന്റെ പുസ്തകം 36-ാമത്തെ അധ്യായം എടുക്കുകയാണെങ്കിൽ, എസെക്കിയേൽ പ്രവാചകനോട് ഹല്ലേലൂയ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ ചെന്ന് യെരൂശലേമിലെ സകല പർവ്വതങ്ങളോടും താഴ്വരകളോടും നദികളോടും പ്രവചിക്കാം. ഹല്ലേലൂയ. കാരണം ഇപ്പോൾ യെരൂശലേമിന്റെ, ഇസ്രായേലിന്റെ പർവ്വതങ്ങൾക്കും ഹല്ലേലൂയ താഴ്വരകൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ ശത്രു നശിപ്പിച്ചിട്ടിരിക്കുക, ഇതിനെ ശത്രു കുത്തിക്കളഞ്ഞിട്ടിരിക്കുക, ഇതിൽ ഹല്ലേലൂയ മുള്ളും പറക്കൊണ്ടിരിക്കുക, ഇത് ശൂന്യമാക്കിയിട്ടിരിക്കുക, ഇതിന്റെ അകത്ത് ഒന്നുമില്ലാതെ കിടക്കുക. പക്ഷെ നീ ചെന്ന് അതിനോട് പ്രവചിക്കാം. നീ അതിനോട് പ്രവചിക്കുമ്പോൾ ഹല്ലേലൂയ അതിന് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം എന്റെ ദൈവാത്മാവ് തരുന്ന ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി, നിങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച് ഹല്ലേലൂയ കരയുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. ശത്രുവിന്റെ മേഖലകളെ നോക്കി കേൾപ്പിക്കണം. അങ്ങനെ ചെയ്താൽ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വഴിമാറിപ്പോകാം. ഹല്ലേലൂയ. തടസ്സമായി നിൽക്കുന്ന ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് ഹല്ലേലൂയ, മോശെ എന്ന വ്യക്തി ഒരു രാത്രി മുഴുവൻ വടി ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ, മോശയ്ക്ക് അറിയാം ഹല്ലേലൂയ ഈ ചെങ്കടൽ രണ്ടായി മാറും. ആമേൻ, ഹല്ലേലൂയ. നിന്ന ചെങ്കടലിനെ ഹല്ലേലൂയ തടസ്സമായി നിന്നതിനെ ഹല്ലേലൂയ ദൈവാത്മാവിൽ, പ്രവചനാത്മാവിൽ അതിനെ മാറ്റിക്കളഞ്ഞ പ്രവാചകൻ, അതിനെ വഴിയാക്കി മാറ്റിയ പ്രവാചകൻ. ആമേൻ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. എന്നാൽ സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കാൻ, പൈശാചിക മേഖലകളെ നോക്കി കൽപ്പിക്കാൻ ഹല്ലേലൂയ നമ്മൾ തയ്യാറാകുമെങ്കിൽ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഏത് സാഹചര്യം എന്ന് പറഞ്ഞാലും അത് ദൈവാത്മാവിൽ പ്രവചിക്കാൻ പറ്റുന്നവർ. ആമേൻ, ഹല്ലേലൂയ. ഈ നാളുകളിൽ ആ ഒരു കാര്യത്തെ ശക്തമായി എന്റെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഡാലസിൽ ഒരു മീറ്റിംഗിന് ചെന്നപ്പോ ഹല്ലേലൂയ, ബാംഗ്ലൂരിൽ നിന്നുള്ള ഹല്ലേലൂയ ഇവിടെ ഡാലസിൽ സെറ്റിലായ ഒരു പയ്യനാ. ഹല്ലേലൂയ. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ.
അവിനാഷ് എന്ന പേര്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവന്റെ പേരൊന്നു, ഞാൻ പേര് വിളിച്ച് അവനെ മുമ്പോട്ട് വിളിച്ചു. അവൻ മാത്രമാണ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞു വന്നത്. അവൻ സ്നാനപ്പെട്ട വ്യക്തിയാ. പക്ഷെ അവന്റെ സാഹചര്യം, അവന്റെ കുടുംബം തകർന്നു, ജീവിതം തകർന്നു. എന്റെ ഭാര്യയെ എല്ലാം ഹിന്ദു, അവര് ഡിവോഴ്സ് കൊടുത്തിരിക്കുകയാണ്, മുഴുവൻ തകർന്നു നിൽക്കുകയാണ്. പക്ഷെ ദൈവാത്മാവ് പെട്ടെന്ന് എന്റെ അകത്ത് ഈ വചനം തന്നു. എസെക്കിയേൽ പ്രവാചകനെ കൊണ്ടുപോയി യെരൂശലേമിന്റെ ഹല്ലേലൂയ എല്ലാ അവസ്ഥയും ദൈവം കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇതിനെ പ്രവചിക്കണം. ഹല്ലേലൂയ, ഇതിപ്പോൾ ഹല്ലേലൂയ നശിച്ചു കിടക്കുകയാ, ഇതിനെ ശത്രു നശിപ്പിച്ചിട്ടിരിക്കുകയാ. ഹല്ലേലൂയ, ഇത് അവർ കപ്പിക്കളഞ്ഞിരിക്കുകയാ, ഇത് വരണ്ട ഭൂമിയാ. പക്ഷെ നീ ദൈവാത്മാവിൽ ഇതിനെ നോക്കി പ്രവർത്തിക്കുമ്പോൾ ഇത് ഫലപുഷ്ടിയുള്ളതായി തീരും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, യെരൂശലേം പർവ്വതങ്ങളെ, നിങ്ങൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ കൊന്നു കളയുന്നവർ എന്ന് നിനക്ക് കേൾക്കെങ്കിലും നീ ഇനി മുതൽ കൊന്നു കളയത്തില്ല, നീ ഇനി മുതൽ ജനിപ്പിക്കുന്നവളായി തീരും. എന്നുവെച്ചാൽ ദേശങ്ങളെ നോക്കി, ഈ നാളുകളിൽ ദേശങ്ങളെ നോക്കി പ്രവചിക്കണം. നിങ്ങളുടെ എത്ര പൈശാചിക മേഖല നിറഞ്ഞതായാലും, എത്ര വിഘ്നം കൊണ്ട് നിറഞ്ഞതായാലും, എത്ര മന്ത്രവാദികളെ കൊണ്ട് നിറഞ്ഞതായാലും, അതിനെ നോക്കി യേശുവിന്റെ നാമം പറഞ്ഞ പ്രവചിക്കാൻ തുടങ്ങുമെങ്കിൽ, പൈശാചിക മേഖലയോട് ശാസിക്കാൻ തുടങ്ങുമെങ്കിൽ, ഹല്ലേലൂയ, ആർക്കും എതിർക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ആ ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ സാഹചര്യം എന്ത് തന്നെ ആയാലും, നീ യേശു കർത്താവിനെ വിശ്വസിച്ച് ഒറ്റയ്ക്ക് സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഞാൻ നിന്നെ നോക്കി ആത്മാവിൽ പ്രവചിക്കാൻ പോകുകയാണ്. നിന്റെ സാഹചര്യങ്ങൾക്ക് വിരോധമായി ഞാൻ പ്രവചിക്കാൻ പോകുകയാണ്. ഇത് പറഞ്ഞതും അവന്റെ അകത്തുനിന്ന് ഭൂതം അളവാൻ തുടങ്ങി. അവന്റെ അകത്തുനിന്ന് ഭൂതം അളവി. ഹല്ലേലൂയ. കുടുംബം ഭയങ്കരമായ മന്ത്രവാദത്തിന്റെ ഒരു കുടുംബമാണ്. അവർ കുടുംബക്കാരെല്ലാം ബാംഗ്ലൂരിലാണ്. ഹല്ലേലൂയ. അവന്റെ ഗ്രാൻഡ് മദറിന്റെ പേരും എല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തിട്ട് പറഞ്ഞു, ഇവർ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുക, അവനെ തിരിച്ചു പിടിക്കാൻ. അവനോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവന്റെ അകത്ത് ഭൂതം ഇളവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നത് എന്ത് തന്നെയായാലും, അത് എത്ര മഹാപർവ്വതമായാലും, ഹല്ലേലൂയ സ്വരൂപാവിന് വിരോധമായി ഒരു മഹാപർവ്വതം നിന്നപ്പോൾ ഹല്ലേലൂയ പ്രവാചകൻ അതിന്റെ ഇടയിലോട്ട് കയറി. പ്രവാചകൻ പറഞ്ഞു, ആത്മാവിനാൽ ഹല്ലേലൂയ ഇത് മാറിപ്പോകും ഹല്ലേലൂയ എന്ന് പറഞ്ഞു പ്രവാചകൻ കയറി ഹല്ലേലൂയ ഇതിനോട് കൽപ്പിക്കാൻ തുടങ്ങി. സ്വരൂപാവിന് വിരോധമായി നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ എന്ന് പറഞ്ഞ് ഒരു പ്രവാചകൻ ആ തടസ്സത്തെ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് മാറി. ആരും കൊണ്ട് ആരും പണിയിക്കത്തില്ലെന്ന് ശത്രു വാദിച്ചോ, അതേ വ്യക്തിയെ കൊണ്ട് തന്നെ, അതേ വ്യക്തിയുടെ കരം കൊണ്ട് തന്നെ ദൈവം പണിയിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഇങ്ങനെ ആത്മാവിൽ ഒന്ന് പ്രവചിക്കാം. ഹല്ലേലൂയ. ദേശങ്ങളെ നോക്കി ഇന്നു മുതൽ പ്രവചിക്കാൻ തുടങ്ങണം. സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കാൻ തുടങ്ങണം. യെരൂശലേമിന്റെ സകല യെരൂശലേമിന്റെ സകല പർവ്വതങ്ങളോടും താഴ്വരകളോടും കുന്നുകളോടും പ്രവചിക്കാൻ എസെക്കിയേൽ പ്രവാചകനോട് എസെക്കിയേൽ പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ വരണ്ടതും ഹല്ലേലൂയ ഫലമില്ലാത്തതും ഹല്ലേലൂയ നശിച്ചു പോയതുമായ യെരൂശലേമേ, നീ ഇനി മുളയിടുക, എന്നിൽ ഉണ്ടായി വരിക എന്ന് പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ യെരൂശലേമിന്റെ സാഹചര്യം മാറി. ആമേൻ. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ പ്രവചിച്ചു മാറ്റാം. ഹല്ലേലൂയ. ഇതേ വന്നപ്പോൾ ഹല്ലേലൂയ ദൈവം കൊണ്ടുവന്ന് ആദ്യം ആ സ്ഥലത്തെ കാണിച്ചിട്ട് ഈ സ്ഥലത്തെ പ്രവചിക്കാൻ. ആമേൻ. ഹല്ലേലൂയ. യെരൂശലേമിനെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. 2 അസ്ഥി താഴ്വരയിൽ കൊണ്ടുവന്ന് ദർശനത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഈ അതിലെ ജനമാ ഇസ്രായേൽ ജനമാ. ഇസ്രായേൽ ജനം പാർക്കുന്ന സ്ഥലത്ത് നോക്കി നീ പ്രവചിക്കാം. 2 ഇസ്രായേൽ ജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവർ ചിതറിയ ഉണങ്ങിയ അസ്ഥിയാ. ഹല്ലേലൂയ. ഇതിനെ നോക്കി നീ പ്രവചിക്കാം. നീ പ്രവചിക്കുമ്പോൾ അസ്ഥിയോട് ചേരും.
ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം ശത്രു എത്ര ചിതറിപ്പിച്ചെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നിങ്ങൾ ആയിരിക്കുന്ന ദേശം എത്ര തകർപ്പെട്ടതെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ സഭയുടെ ശത്രു എത്ര വാദിച്ചെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നിങ്ങൾ ദൈവ സന്നിധിയിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത്, ഹല്ലേലൂയ, ദേശങ്ങളെ നോക്കി പ്രവചിക്കണം, നിങ്ങളുടെ സഭകളെ നോക്കി പ്രവചിക്കണം, തലമുറകളെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. ഒരു ശത്രുവിനും പിന്നെ തൊടാൻ കഴിയാത്ത രീതിയിൽ ദൈവാത്മാവ് അതിന്മേൽ പരിവർത്തിക്കും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ പറഞ്ഞുള്ള കരച്ചിൽ നിർത്തിയിട്ട് ഹല്ലേലൂയ സാഹചര്യങ്ങളോട് പ്രവചിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഹല്ലേലൂയ. വെള്ളത്തിന്മേൽ ഇരുട്ടുണ്ടായിരുന്നു, പക്ഷെ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പരിവർത്തിച്ചപ്പോൾ ദൈവം ഭൂമിയുടെ അവസ്ഥയോ ഇരുട്ടിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്. ദൈവം ഇരുട്ടിനെ നോക്കിയിട്ട്, ആ ഇരുട്ടിന്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഹല്ലേലൂയ വിളിച്ചു പറയാൻ, ആ വചനം അയക്കാൻ തുടങ്ങി, കൽപ്പിക്കാൻ തുടങ്ങി, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. ഹല്ലേലൂയ. വെള്ളമുണ്ടായിരുന്നു, ഭൂമിയിൽ വെള്ളമുണ്ടായിരുന്നു. ദൈവം വെള്ളത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഈ വെള്ളം ഇപ്പോൾ ശൂന്യമായി കിടക്കുക, എന്നാൽ ഈ വെള്ളത്തിൽ മത്സ്യങ്ങൾ പെറ്റുപെരുകട്ടെ. ഹല്ലേലൂയ. ആകാശം ശൂന്യമായി കിടക്കുക, പക്ഷെ ദൈവം ആകാശത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഹല്ലേലൂയ പക്ഷികൾ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ പർവ്വജാതികളും കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ ജീവിതം എത്ര ശൂന്യമായാലും, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര ശൂന്യമായാലും, ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് എത്ര ശൂന്യതകൾ വെളിപ്പെട്ടാലും, ദൈവാത്മാവ് ചലിക്കുന്നു എന്ന് തോന്നിയാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു എന്ന് തോന്നിയാൽ, ഹല്ലേലൂയ, ഭൂമിയുടെ മീതെ, വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ, വചനം അയച്ചപ്പോൾ ആ വചനം സൃഷ്ടിപ്പായി തീർന്നെങ്കിൽ, നിങ്ങൾ ആരാധിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇങ്ങനെ നമ്മൾ കൂട്ടായ്മ കൂടുമ്പോൾ ഒക്കെ ആരാധിക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചലിക്കുന്നെന്ന് ദൈവാത്മാവിന്റെ സാന്നിധ്യത്തെ സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അടുത്തത് ചെയ്യേണ്ടത് സാഹചര്യങ്ങളോട് കൽപ്പിക്കണം, സാഹചര്യങ്ങളോട് പ്രവചിക്കണം. ഹല്ലേലൂയ. അത് എന്ത് തന്നെയായാലും ഹല്ലേലൂയ മാറിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാകണം. നിങ്ങൾ എന്റെ സാക്ഷ്യം പറയുമ്പോൾ ദൈവാത്മാവിൽ പറയണം. ദൈവാത്മാവിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ അത് എത്ര കല്ല് പോലുള്ള ഹൃദയമായാലും അതിന്റെ അകത്ത് തുളച്ചു കയറും. ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് ഒരു പ്രത്യേകത പറയാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19 വായിക്കാമോ ആരെങ്കിലും? ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. ഒരു മിനിറ്റ്. യോഹന്നാൻ തന്നെ എല്ലാം കാണിച്ചു കൊടുത്ത ദൂതനെ കണ്ടിട്ടാണ് ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്ക് യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും. ശ്രദ്ധിച്ചോക്കണേ, യോഹന്നാനോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ഞാൻ നിനക്കും സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്യനത്രേ. അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും, എന്ന് വെച്ചാൽ യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്ന, യേശുവിന്റെ സാക്ഷ്യമുള്ള ഏതൊരു വ്യക്തിയുടെ കൂടെയും ദൈവത്തിന്റെ ദൂതനുണ്ട്. എങ്ങനെയാ ദൂതൻ നിൽക്കുന്നതെന്ന് അറിയുമോ? സഹവൃത്യനായിട്ട്, എന്നുവെച്ചാൽ നിന്റെ കൂടെ നടന്ന് നിന്നെ ശുശ്രൂഷിക്കേണ്ടതിന് ഹല്ലേലൂയ സഹവൃത്യനായിട്ട് ദൈവത്തിന്റെ ദൂതനുണ്ട്. ഏത് സാഹചര്യം എന്ന് പറഞ്ഞാലും, എത്ര പൈശാചികം എന്ന് പറഞ്ഞാലും നാം ഭയപ്പെടേണ്ട. യേശുവിന്റെ സാക്ഷ്യമുള്ളവർ ഭയപ്പെടേണ്ട. യേശുവിന്റെ സാക്ഷ്യമായി അറിയിക്കുന്നവരോട് കൂടെ ദൈവത്തിന്റെ ദൂതന്മാർ സഹവൃത്യന്മാരാണ് നിൽപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അടുത്ത ദൈവത്തെ നമസ്കരിക്കാം. യേശുവിന്റെ സാക്ഷ്യമോ? ശ്രദ്ധിച്ചോണേ, യേശുവിന്റെ സാക്ഷ്യം. യേശു കർത്താവ് പറഞ്ഞ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയിലൊക്കെ ഇവന്റെ സാക്ഷികളായി തീരും.
നമ്മൾ ആദ്യം വായിച്ചത് എന്റെ സാക്ഷ്യം നിങ്ങൾ അറിയിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. അങ്ങനെ ആത്മാവിൽ എന്റെ സാക്ഷ്യം അറിയിക്കുമ്പോൾ ആർക്കും ചെറുത്തു നിൽക്കാൻ പറ്റാത്ത വാക്ക് ജ്ഞാനവും ലഭിക്കും. എന്നിട്ട് ഈ പറയുകയാണ്, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ സാക്ഷ്യം പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് വെച്ചിട്ട് ഞാൻ പാപം നിറഞ്ഞെടുത്തുകയും എത്ര പാപിയുടെ മുമ്പിൽ ചെന്നിട്ടും ഹല്ലേലൂയ യേശു നിന്നെ വിടുവിക്കും, നിന്റെ എത്ര കഞ്ചുമുപ്പായതിനെയും ഹിമം പോലെ വെളുപ്പിക്കും, നീ അവനിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിളിച്ചു പറയുമ്പോൾ അതൊരു പ്രവചന ശബ്ദമായി ഹല്ലേലൂയ അവന്റെ അകത്തേക്ക് കയറും. അവന്റെ പാപ ചിന്തകളെ മാറ്റിക്കളയും, അവന്റെ ചിന്തകളെയും അവന്റെ ഹൃദയത്തെ യേശുവിലേക്ക് മാറ്റും. ഹല്ലേലൂയ ഇതാണ് പ്രവചനത്തിന്റെ ആത്മാവിൽ യേശുവിന്റെ സാക്ഷ്യം പറയുക എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ദൈവാത്മാവിൽ ചിലത് വിളിച്ചു പറയാൻ, ദൈവാത്മാവിൽ സാഹചര്യങ്ങൾക്ക് വിരോധമായി ചിലത് വിളിച്ചു പറയാൻ ഈ പ്രവചനാത്മാവിൽ ഇന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ സാക്ഷികളാണെങ്കിൽ ഉറപ്പായും ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഫലിക്കുന്നുണ്ട്. നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി നിലവിളിക്കണ്ട, കരയേണ്ട. കരച്ചിലും നിലവിളിയും ദൈവസന്നിധിയിൽ, എന്നാൽ സാഹചര്യങ്ങളോട് പ്രവചിക്കുക. യേശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും, പിതാവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കും, എന്നാൽ പകൽ സമയം ഹല്ലേലൂയ താൻ സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കും, പൈശാചിക മേഖലകളെ നോക്കി ശാസിക്കും. ഹല്ലേലൂയ അത് അവനെ അനുസരിക്കും. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ എപ്പോഴും നമ്മളാണ് ഭയത്തിൽ ഇരിക്കുന്നത് മുഴുവൻ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉത്തരം ലഭിക്കുന്നില്ല, നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവുന്നില്ല. സാഹചര്യങ്ങളെ നോക്കി യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, നീ ഇനി യായിറോസിന്റെ ഭവനത്തിലേക്ക് വരണ്ട, യായിറോസിന്റെ മരിച്ചു പോയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. യഥാർത്ഥ സംഭവം എന്തെന്ന് വെച്ചാൽ യായിറോസിന്റെ മകൾ മരിച്ചുപോയി. പക്ഷെ യേശു കർത്താവ് ഉടനെ പറഞ്ഞത്, അയ്യോ കഷ്ടമായി പോയി, എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്നും അല്ല യേശു കർത്താവ് പറഞ്ഞു. യേശു കർത്താവ് ആ സാഹചര്യത്തിന് വിരോധമായി പ്രവചിച്ചു. യേശു കർത്താവ് പറഞ്ഞു, ഇല്ല, മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ മരണമാ, മരിച്ചിട്ടില്ല. ഞാൻ പറയുന്നു, കുഞ്ഞ് ഉറങ്ങുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ സാഹചര്യങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ തലമുറകൾ എത്ര ഹല്ലേലൂയ ലോകത്തിന്റെ പിന്നാലെ എന്ന് പറഞ്ഞാലും, എത്ര പൈശാചിക കാര്യങ്ങളിൽ അവരെ പിടിച്ചിട്ടിരിക്കുന്നു പറഞ്ഞാലും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ തലമുറകളെ നോക്കി, ഇല്ല അവർ നശിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ എന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവും എന്റെ നാവിൽ തന്നിരിക്കുന്ന അവന്റെ വചനവും എന്റെ നാവിൽ നിന്നും എന്റെ തലമുറയുടെ നാവിൽ നിന്നും ഒരു നാളും മാറിപ്പോകത്തില്ലെന്ന് അവരെ നോക്കി പ്രവചിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് ഏതൊക്കെയോ ഹല്ലേലൂയ മാതാപിതാക്കളെ ദൈവാത്മാവ് ഇതിന്റെ അകത്ത് തൊടുന്നു. നിങ്ങളുടെ തലമുറകളുടെ ഹല്ലേലൂയ ആ കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, പരാതി പറഞ്ഞ് ഹല്ലേലൂയ അവരോട് കയർത്തു നിൽക്കാതെ ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ അപേക്ഷിച്ചിട്ട് അവരെ നോക്കി അനുഗ്രഹം പറഞ്ഞാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഹല്ലേലൂയ. അവരെ കുറിച്ച് ഹല്ലേലൂയ ദൈവാത്മാവിൽ അനുഗ്രഹം പറയാന്ന് വെച്ചാൽ ദൈവാത്മാവിൽ അവരെ നോക്കി പ്രവചിക്കുക. ഹല്ലേലൂയ. അവർ അനുഗ്രഹ പാത്രങ്ങളായി തീരും. ഇന്ന് പകൽ ചിലർ ഇങ്ങനെ ചെയ്യാൻ ദൈവാത്മാവ് ഇടപെടുന്നു. ശമരിയുടെ ക്ഷാമത്തെ നോക്കിയിട്ട് ഒരു പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ഈ അടുത്ത ദിവസം ഇതേ സമയമാകുന്നതിന് മുമ്പേ ശമരിയുടെ ദാരിദ്ര്യം മാറുമെന്നോ ഒരു പ്രവാചകൻ ശമരിയെ നോക്കി പ്രവചിച്ചപ്പോൾ ഹല്ലേലൂയ ആ ശമരിയുടെ സാഹചര്യം മാറിയെങ്കിൽ ഉറപ്പായും ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ വീണ്ടെടുക്കപ്പെട്ട തത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച നമ്മൾ എന്തിനെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു, അങ്ങനെ തന്നെയായി തീരും. ഇന്ന് സാഹചര്യങ്ങളെ എത്ര ഇരുട്ട് നിറഞ്ഞതായാലും അതിനെ നോക്കി വെളിച്ചം പ്രവചിച്ചാൽ സംഭവിച്ചിരിക്കും. വ്യക്തിപരമായി ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് ഇടപെടുന്നു, പക്ഷെ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ ഈ വചനത്തെ ഇതുപോലെ നിങ്ങൾ പ്രവചിക്കുമെങ്കിൽ
ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കി ഈ അന്ത്യനാളുകളിൽ ഒരുപാട് പ്രവാചകന്മാർ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിൽ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഹല്ലേലൂയ ദൈവാത്മാവിൽ പ്രവചിക്കുന്നവർ എഴുന്നേൽക്കണമെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഇവിടെ എൻ്റെ വീട്ടിൽ രണ്ട് ജഹോവ വിറ്റ്നസ് 2 വ്യക്തികൾ വന്നു. അവർ വന്നിരുന്ന് എന്നോട് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ജഹോവ വിറ്റ്നസ് എന്നല്ലേ, ജഹോവ സാക്ഷികൾ എന്നല്ലേ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ സാക്ഷ്യം എന്തെന്ന് പറയാം. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് ജഹോവ വിറ്റ്നസ്, നിങ്ങൾ എന്താ വിറ്റ്നസ് ചെയ്തത്? അപ്പൊ അവരെന്തൊക്കെയോ കുറെ പഠിച്ചു വെച്ചത്, അവരെ പഠിപ്പിച്ചു വിട്ടതൊക്കെ പറയാം. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് കേൾക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിറ്റ്നസ് ചെയ്തത് പറ. നിങ്ങളുടെ ദൈവമാരെന്ന് ഹല്ലേലൂയ ദാവീദ് പറഞ്ഞതോ അവര് പറഞ്ഞു അല്ല, നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമാവുള്ളത്? ആമേൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഹല്ലേലൂയ വരങ്ങളൊന്നും ഞങ്ങൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്, പക്ഷെ ആത്മാവിന്റെ വരങ്ങൾ ഇതൊക്കെ കള്ളത്തരങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്നേഹം, സൗമ്യത, ദീർഘക്ഷമ ഇങ്ങനെ ഫലങ്ങൾ മാത്രം മതി. ഞാൻ പറഞ്ഞു എങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ രണ്ടായിട്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവ് വന്നാൽ 2 ഒരാളിൽ വെളിപ്പെടണം, 2 വേർതിരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചുമ്മാ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കും, നിങ്ങൾ ഭയങ്കര കള്ളന്മാരാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അതിലൊരാൾ മലയാളിയാ, അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ജഹോവ വിറ്റ്നസ്, നിങ്ങൾക്ക് ദീർഘക്ഷമയുണ്ട്, ഹല്ലേലൂയ പരോപകാരമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ ചെറിയ കാര്യം പറയുമ്പോഴേ നിങ്ങൾ ദേഷ്യപ്പെട്ടോ? ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ നമ്മൾ അറിഞ്ഞെങ്കിൽ നമ്മൾ യേശുവിന്റെ സാക്ഷികൾ, നമുക്ക് സാക്ഷ്യമുണ്ട്. അത് പറയുമ്പോൾ ആർക്കും എതിർക്കാൻ പറ്റാത്തതായ ഹല്ലേലൂയ വാക്കുകളെ പരിശുദ്ധാത്മാവ് തരും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അവര് പറഞ്ഞു ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്, അതുകൊണ്ട് പ്രവചനത്തെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് കള്ളപ്രവാചകന്മാരുണ്ട്, കള്ളത്തരം കാണിക്കുന്നവരുണ്ട്, കള്ള ഉണർവുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു ശകലം പോലും വേദന തോന്നില്ലേ? ഒരു ആത്മാവിൽ പ്രവചിക്കുന്ന ഒരു സത്യപ്രവാചകൻ വേണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപാട് കള്ള ഉണർവുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് അല്പം പോലും ഒരു വേദന തോന്നില്ലേ? ദൈവമേ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു ഉണർവ് ഞങ്ങളുടെ ദേശത്ത് ഉണ്ടാവണം. ആമേൻ. നമ്മുടെ അകത്ത് ഇത് ഉണ്ടാവണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 420 ഹല്ലേലൂയ ബാലിന്റെ പ്രവാചകന്മാർ എഴുന്നേറ്റപ്പോൾ, ഹല്ലേലൂയ 400 ഹല്ലേലൂയ അശേരയുടെ പ്രവാചകന്മാർ എഴുന്നേറ്റപ്പോൾ, ഹല്ലേലൂയ ഈസബേൽ എഴുന്നേറ്റപ്പോൾ, ഏലിയ ഒരുവൻ എഴുന്നേറ്റു. പ്രവാചകൻ മതി ഒരു ദേശത്തെ മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുന്ന കള്ളപ്രവാചകന്മാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കാൻ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് എന്റെ അകത്ത് തോന്നുന്നത്. കള്ളപ്രവാചകന്മാർ എഴുന്നേക്കുന്നത് കേൾക്കുമ്പോൾ എന്റെ അകത്ത് കിടക്കുന്ന ഏലിയ എഴുന്നേറ്റതുപോലെ ദൈവം പ്രവചിക്കുന്ന, സത്യത്തെ വിളിച്ചു പറയുന്ന, ക്രിസ്തുവിനെ ഹല്ലേലൂയ പ്രസ്താവിക്കുന്ന സത്യപ്രവാചകന്മാർ എഴുന്നേക്കണം. 7000 പ്രവാചകന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെല്ലുവിളിക്കുന്ന, സാഹചര്യങ്ങളെ വെല്ലുവിളിക്കുന്ന, സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കുന്ന, ശത്രുവിനെ വെല്ലുവിളിക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാർ എഴുന്നേക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ ദേശത്തെ നോക്കി നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ കഴിഞ്ഞ മെയ് മാസത്തില് DPM-ന്റെ യൂത്ത് ക്യാമ്പിലൊക്കെ ഭൂതങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ എനിക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നും ഈ ഭൂതങ്ങളോട്. കാരണം യേശുവിൻ പ്രവൃത്തികൾക്ക് വിരോധം നിൽക്കുന്ന ഒരുപാട് ഭൂതങ്ങൾ അവിടെ മീറ്റിങ്ങിൽ എനിക്കൊന്ന് പാസ്റ്റർ സക്രിയ ഉണ്ടായിരുന്നു, വർഗീസ് ബേബി പാസ്റ്റർ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ആ ശുശ്രൂഷയ്ക്കകത്തുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. കാരണം ദൈവാത്മാവ് ചലിക്കുമ്പോൾ ചിലതിനോട് കൽപ്പിച്ചാൽ അത് വിട്ടുപോകും. ഞങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുക, ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നത്, കുഞ്ഞുങ്ങളൊക്കെ ഛർദ്ദിച്ച് അവരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോകുന്നത്. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പൈശാചിക മേഖലയുമായി നമുക്കൊരു യുദ്ധമുണ്ട്. ഹല്ലേലൂയ. അവിടെ ശാസിക്കുന്നവരായി, യുദ്ധം ചെയ്യുന്നവരായി തീരണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് നമ്മുടെ അകത്ത് ഭയങ്കര ഒരു ധൈര്യം വേണം. ആമേൻ. ഹല്ലേലൂയ. ഈ ധൈര്യം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ ഒക്കത്തുള്ളൂ. ഈ ധൈര്യം എങ്ങനെ വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്. യോഹന്നാന്റെ 1 യോഹന്നാൻ
1 യോഹന്നാൻ 5:14. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ലേഖനത്തിൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അതിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം അത് നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. ആമേൻ. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കി കൽപ്പിക്കാൻ, സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കാൻ ഒക്കെ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നവരാകണം. ആമേൻ. പ്രാർത്ഥിക്കുന്നതല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നവരാകണം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എങ്ങനെ സമയമില്ലാതെ വേഗത്തിൽ പറഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം പറയുകയാണ്. 2 ദിനവൃത്താന്തം 7:12 ഇങ്ങനെ പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തന്നെത്താനെ താഴ്ത്തി തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുമെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന് വരുന്നതാണ് നമ്മുടെ കാര്യം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. അതിന്റെ ഒന്നാമത്തെ കാര്യമാ പറയുന്നത്, ഒരുവൻ ഹല്ലേലൂയ തന്നെത്താനെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഹല്ലേലൂയ കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ആമേൻ. 2, യേശു കർത്താവ് അത്തിയുടെ അത്തിയെ ശപിച്ച കാര്യം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളിൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം ചെയ്തു തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ട് ഒരു കാര്യം വേണം, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്തു തരും. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ കൂട്ടത്തിൽ കർത്താവായ യേശു പറയുകയാണ്, ഹല്ലേലൂയ നിങ്ങൾ പിതാവിനോട് അപേക്ഷ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഹല്ലേലൂയ കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പോയി ക്ഷമിച്ചിട്ട് വന്നാൽ മാത്രമേ എന്റെ പിതാവ് നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്റെ പിതാവ് അത് ചെയ്തു തന്നിരിക്കും, ദൈവം അത് ചെയ്തിരിക്കും. പക്ഷെ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് വന്നിട്ടേ ആവും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന. മറ്റുള്ളവനോട് കയ്പോ ദേഷ്യമോ പിണക്കോ വിദ്വേഷമോ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല പ്രാർത്ഥനകളുടെയും മറുപടി തടയപ്പെട്ടു പോയ മേഖലകൾ ഇതാണ്. ഒന്ന്, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെ പുസ്തകം മുഴുവൻ എടുത്തു നോക്കിയാൽ കാണാം, അവർ ദേശത്തിന് വേണ്ടിയിട്ട് തൻ പിതാക്കന്മാർ തൊട്ട് ചെയ്ത സകല കാര്യത്തെയും ദൈവസന്നിധിയിൽ താഴ്ത്തി അവർ പ്രാർത്ഥിച്ച് കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചിട്ടാണ് അവർ അടുത്ത ദേശത്തിനോട് പ്രവചിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥന വൈകുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളെയും ഞാൻ താഴ്ത്തി അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചാൽ ഉറപ്പായും പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കും. കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാകിയാൽ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ കഴിയുന്നവരൊക്കെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചോ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ യഥാർത്ഥ മാനസാന്തരത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകും.
ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം യേശു കർത്താവെ, അങ്ങയുടെ നാമത്തിൽ കർത്താവെ, ഈ മീറ്റിംഗിന്റെ അകത്തായിരിക്കുന്ന സകല ദൈവമക്കളെയും ഹല്ലേലൂയ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ സാഹചര്യങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ മീറ്റിംഗിന്റെ അകത്ത് തന്നെത്താനെ താഴ്ത്തി കുറവുകൾ പറഞ്ഞ ഹല്ലേലൂയ, ആരോടെങ്കിലും പിണക്കമോ വൈരാഗ്യമോ വിദ്വേഷമോ കയ്പോ ഉണ്ടെങ്കിൽ അത് സകലത്തെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരെ നോക്കി ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. അവരുടെ സാഹചര്യം ഇന്ന് രാത്രിയിൽ മാറട്ടെ. അവർ കടന്നു പോകുന്നത് എത്ര തന്നെ വലിയ പ്രശ്നത്തിലായാലും യേശുവിന്റെ നാമത്തിൽ ആ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അവരുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഹല്ലേലൂയ, അവരുടെ കാലുകൾ വീഴ്ചയിൽ നിന്നും, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും അങ്ങ് ജീവനെ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ. സകല തടസ്സങ്ങളും മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Praise the Lord. Pastor John Matthew Jai.